ദൃശ്യം 3 ഏപ്രിൽ 2-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. മലയാളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയായിട്ടാണ് ഈ കുടുംബചിത്രം തിയേറ്ററിലെത്തുന്നത്. ആശീർവാദ് സിനിമാസ് അവരുടെ തിയേറ്റർ ചാർട്ടിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളെല്ലാം ആശീർവാദ് സിനിമാസ് ഈ വിഷു സീസണിൽ ദൃശ്യത്തിന് വേണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തിയേറ്റർ അഗ്രിമെന്റ് ഒക്കെ സെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇപ്പോൾ അറിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളായ എറണാകുളം കവിത, കോഴിക്കോട് അപ്സര, കോട്ടയം അഭിലാഷ് തുടങ്ങിയ തിയേറ്ററുകളെല്ലാം ദൃശ്യം 3 ചാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആശീർവാദ് സിനിമാസിന്റെ പൊതുവായ രീതി തന്നെ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തുന്നതിന് വളരെ മുൻപേ തന്നെ കേരളത്തിലെ വലിയ തിയേറ്ററുകൾക്ക് ലോക്ക് ചെയ്യുന്നതാണ്. ദൃശ്യം 3ക്കും അവർ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ദൃശ്യം 3 എന്തായാലും വമ്പൻ ഹൈപ്പിലാണ് തിയേറ്ററിൽ എത്തുന്നത്. എമ്പുരാന്റെ ഫസ്റ്റ് ഡേ റെക്കോർഡ് മറികടക്കുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസായി തന്നെ ആയിരിക്കും ദൃശ്യം 3 ഏപ്രിൽ 2-ന് തിയേറ്ററിൽ എത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാഴ 2-ഉം ആ ദിവസം തിയേറ്ററിൽ എത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ റിലീസ് മാറുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഏപ്രിൽ 9-ന് പള്ളിച്ചട്ടമ്പിയും തിയേറ്ററിൽ എത്തുന്നുണ്ട്. ടോവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാണ് പള്ളിച്ചട്ടമ്പി. ദൃശ്യം 3 എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസായി തന്നെ തിയേറ്ററിലെത്തും. എമ്പുരാന് ശേഷം 50 കോടി ആദ്യ ദിവസം നേടുന്ന സിനിമയായി ദൃശ്യം 3 മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ മൂവി സീരീസിന്റെ 3-ാം ഭാഗമാണ് ദൃശ്യം 3. അത് വലിയൊരു ഹൈപ്പ് തന്നെയാണ്. എല്ലാതരം പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരേ ഒരു മലയാള ചിത്രമാണ് ദൃശ്യം 3.